അതിന്റെ ചൂട് ഒരു നിലക്കും ക്ഷമിക്കൂല. വലാ യുത്ഫഉ ലഹ്ബുഹാ, അതിന്റെ ജ്വാലകളെ കെടുത്താൻ കഴിയൂല. ഹർറുഹാ ശദീദ്, ഉഷ്ണം അതിഭയാനകമാണ്. വഖറുഹാ ബഈദ്, ഏറ്റവും ആഴമുള്ള കിണർ നരകത്തിന്റെ കിണറാകുന്നു. നരകത്തിന്റെ ആഴം ചെറുതല്ല. നരകത്തിന്റെ ആഴം കണക്കാക്കാൻ കഴിയുമോ? നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം കണക്ക് കൂട്ടുമ്പോ നരകത്തിന്റെ ആഴം എത്രയാണ്? 1000 ആളുകൾ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമ്പോ ഒരൊറ്റ ആളെയല്ലേ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. 10,000 ആളുകളെ നരകത്തിലേക്ക് വലിച്ചേക്കപ്പെടുമ്പോ 10 പേരെയല്ലേ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സഹോദരങ്ങളെ, 1,00,000 ആളുകളെ നരകത്തിലേക്ക് വലിച്ചേക്കപ്പെടുമ്പോ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവരുടെ എണ്ണം വെറും 100 എണ്ണമാണ്. 1,00,000 ആളുകളെ നരകത്തിലേക്ക് വലിച്ചേക്കപ്പെടുമ്പോ സ്വർഗത്തിലേക്കുള്ള മെമ്പർമാര് 100 എണ്ണമാണ്. കോടികൾ വെച്ച് നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ. കോടാനക്കോടികൾ അധികവും ഉള്ളത് നരകത്തിലല്ലയോ? എന്നിട്ടും നരകത്തോട് അല്ലാഹുവിന്റെ ഒരു ചോദ്യം, ഹലിം തലഅതി, നരകമേ നിറഞ്ഞോ? നരകത്തിന്റെ മറുപടി ഹൽ മിൻ മസീദ്, ഇനിയും ഉണ്ടെങ്കിൽ തന്നോളൂ അല്ലാഹ്, സ്വീകരിച്ചേക്കാം. വഖറുഹാ ബഈദ്, നരകത്തിന്റെ ആഴം അതിവിദൂരമാണ്. നമ്മുടെ സങ്കല്പങ്ങൾക്കൊന്നും ഒപ്പിക്കാൻ കഴിയില്ല. പിന്നെയും ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ വശറാബുഹാ സ്വദീദ്, കിട്ടുന്ന പാനീയമോ കടുത്ത ചൂടുള്ള ചീഞ്ചലമാണ്. വയസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹ്ലി യശ്വിൽ വുജൂഹ്, അടിനദാഹം കൊണ്ടൊന്ന് കുടിക്കട്ടെ എന്ന് കരുതിയിട്ട് പാനപാത്രം ചുണ്ടിലേക്ക് അടുപ്പിച്ച് വെച്ച് നോക്കുമ്പോ ചുണ്ട് ഉരുകിയിട്ട് പാത്രത്തിലേക്ക് വീഴുന്നു, മൂക്ക് ഉരുകിയിട്ട് പാത്രത്തിലേക്ക് വീഴുന്നു, കണ്ണ് ഉരുകിയിട്ട് പാത്രത്തിലേക്ക് വീഴുന്നു. യശ്വിൽ വുജൂഹ്, മുഖത്തെ അത് കരിച്ചു കളയുന്നു, ചുട്ട് കരിച്ചു കളയുന്നു. നിങ്ങൾ കോഴിയെ ചുടുന്നത് കണ്ടിട്ടില്ലേ? ചുട്ട കോഴിയെ ഭക്ഷിക്കാറില്ലേ? നമ്മുടെ ശരീരത്തിന്റെ തൊലിഭാഗങ്ങൾ നരകത്തിന്റെ ഒരു ചീഞ്ചലം അടുപ്പിക്കുമ്പോഴേക്ക് അത് അതിന്റെ ആവി തട്ടിയിട്ട്, അതിന്റെ തീയല്ല, ഈ ചുടുവെള്ളത്തിന്റെ ആവി തട്ടിയിട്ട് ആ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ കരിഞ്ഞു പോവുകയാണെങ്കിൽ അതെന്തൊരു ചൂടാ! സുബ്ഹാന മൻ ജല്ല ജലാലുഹു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ലഹാ സബ്അതു അബ്വാബ്, നരകത്തിന് 7 തട്ടുകളുണ്ട്. ബൈന കുല്ലി ബാബൈനി മസീറത്തു 70 സന, ഓരോ തട്ടിന്റെ ഇടയിലും 70 കൊല്ലത്തെ വഴുദൂരമുണ്ട്. 7 തട്ടുകളായിട്ട് നരകം സംവിധാനിച്ചിട്ടുണ്ട്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ലഹാ സബ്അതു അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം, ഓരോ തട്ടിലേക്കും ഓരോ നിശ്ചയിക്കപ്പെട്ട വിഭാഗക്കാരുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട പെങ്ങളെ, നരകത്തിലേക്ക് പോകുന്ന നാവ് വേണ്ട, നരകത്തിലേക്ക് പോകുന്ന വസ്ത്രം വേണ്ട, നരകത്തിലേക്ക് പോകുന്ന ഭക്ഷണം വേണ്ട, നരകത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള വികാര വിചാരങ്ങളൊന്നും വേണ്ട. നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം വൽ ഫർജു, സ്വകാര്യ അവയവമാണ്. സെക്സുകളല്ലേ നാട്ടിലധികം നടക്കുന്നത്, അതിനല്ലേ ആളുകൾക്ക് മോഹമുള്ളത്, അനാവശ്യ പ്രവർത്തനങ്ങളല്ലേ വർഷാവർഷം അധികരിച്ചു വരുന്നത്. നഊദു ബില്ലാഹ്, അല്ലാഹു നിനക്ക് തന്ന സ്വകാര്യ അവയവം ഹലാലായി റബ്ബ് ഉപയോഗിക്കാൻ പറഞ്ഞ മാർഗത്തിലൂടെ മാത്രമേ ഉപയോഗിക്കാവൂ. പെണ്ണും
പെണ്ണും കല്യാണത്തിനൊരുങ്ങിപ്പോയി. ആണും കല്യാണത്തിന് സമ്മതം വാങ്ങിയിട്ട് കോടതിയിൽ പത്രിക നൽകിപ്പോയി. സ്വർഗ വിവാഹം അതൊരു നിയമമായിട്ട് അംഗീകരിക്കുന്നതിന് മുറവിളി അധികം കൂട്ടിപ്പോയി. മുസ്ലിം പെണ്ണുങ്ങൾ വിവാഹിതരായി പോയി, മുസ്ലിം ആണുങ്ങളും വിവാഹിതരായി പോയി. ഒരു പെണ്ണിന് ആണിന്റെ പേരും മറ്റൊരു പെണ്ണിന് പെണ്ണിന്റെ പേരും വെച്ച് പോയി. എന്താണ് ആ ബന്ധത്തിന്റെ താല്പര്യം? എന്താണ് ആ ബന്ധത്തിന്റെ അർത്ഥം? അവരെ ഈമാനൊന്നും നഷ്ടപ്പെടാത്ത രൂപത്തിലാണെങ്കിലും ഈ അനാവശ്യ കൃത്യങ്ങളെ കൊണ്ട് പോയി ചേരാനുള്ളത് നരകമെന്ന ലോകത്തേക്കാണ്. ചെറിയ ചെറുപ്പക്കാരികൾ വരെ സെക്സ് കണ്ടിട്ട് വികാര വിചാരങ്ങള് ശമനം നടത്തിപ്പോയി. മൊബൈലിലൂടെയും ഉപകരണങ്ങളിലൂടെയും സെക്സ് കണ്ടിട്ട് സ്വന്തം ശരീരങ്ങളിലുള്ള അവിഹിത മാർഗങ്ങള് സ്വന്തത്തിലൂടെയും അല്ലാതെയും വികാര വിചാരങ്ങളെ ത്രസിപ്പിച്ചു പോയി. അനാവശ്യ രൂപത്തിലുള്ള സമ്പർക്കങ്ങള് യാത്രയിലും ടൂറിലും മറ്റു സന്ദർശന സ്ഥലങ്ങളിലും വാടക രൂപത്തിലും അല്ലാതെയും വർദ്ധിച്ചുപോയി. ജനങ്ങളെ നരകത്തിൽ കടത്തുന്ന അധിക കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യം എണ്ണി പറഞ്ഞപ്പോ സ്വകാര്യ അവയവമാണെന്ന് പറഞ്ഞപ്പോ അത് ചെറുതായി തോന്നണ്ട. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സ്വന്തം മക്കളെ പ്രായപൂർത്തിയെത്തിയവരാണെങ്കിലും കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്നവരാണെങ്കിലും അന്യന്റെ കൂടെ ടൂറിന് വിടുന്ന ഉപ്പമാരെ ആ മക്കളെ നരകത്തിലേക്ക് വിടല്ല. നരകത്തിന്റെ വഴിക്കൊരു മാർഗം ഒരുക്കി കൊടുക്കല്ല. 9ാം ക്ലാസ്സുകാരി നമ്മുടെ നാട്ടിൽ ഗർഭിണിയായിട്ടുണ്ട്. ഒന്നല്ല രണ്ടല്ല പല സംഭവങ്ങളുണ്ട്. 10ാം ക്ലാസ്സുകാരി ഗർഭിണിയായി മാറിയിട്ടുണ്ട്. 11ാം ക്ലാസ്സുകാരി ഗർഭിണിയായി മാറിയിട്ടുണ്ട്. 12ാം ക്ലാസ്സുകാരി ഗർഭിണിയായി മാറിയിട്ടുണ്ട്. നമ്മുടെ പിന്നിലെ നരകത്തിൽ നിന്നവരെ കാത്തു സൂക്ഷിക്കാൻ അള്ള ഓർഡർ തന്നിട്ട് കിട്ടുന്ന പണം ഉപയോഗപ്പെടുത്തിയിട്ട് അവർക്കൊരു സുഖസല്ലാപത്തിന് വേണ്ടിയിട്ട് തോന്നുന്ന വഴിയിലേക്ക് അവരെ കൂടെ ആടിപ്പാടാൻ പറ്റുന്ന ആണുങ്ങളെ കൂടെ വിട്ടയച്ചു പോയാൽ നിങ്ങളെത്ര നിസ്കരിക്കുന്നവരാണെങ്കിലും നിങ്ങളെത്ര നോമ്പെടുക്കുന്നവരാണെങ്കിലും അള്ളാന്റെ ദീനിന് വേണ്ടി അക്ഷീണം എത്തിക്കുന്നവരാണെങ്കിലും മക്കളെ ഒരു ബാധ്യത നിങ്ങളെ പരടിയിൽ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ ബാധ്യതയല്ല. നിങ്ങളുടെ സ്വന്തം ചോദ്യം കഴിഞ്ഞ് നിങ്ങൾ അക്കരെ എത്താമെന്ന് കരുതരുത്. മക്കളുടെ ചോദ്യവും കൂടെ വരുമ്പോ അവരെ വഴിതെറ്റാനുള്ള മാർഗങ്ങൾ എങ്ങനെ ഉണ്ടായി? ഞാൻ ആദ്യമായി അള്ളാഹുവിന്റെ മുന്നിൽ വെച്ചൊരു കുട്ടി പറയുന്നത് എനിക്കൊരു വിശാവൃത്തിക്ക് വഴിയൊരുക്കി തന്നത് ഈ നിൽക്കുന്ന ബാപ്പ തന്ന 10,000 തന്ന 5,000 അവരെന്നെ പറഞ്ഞയച്ച ടൂറിലാണ് ഞാൻ ആ സെക്സ് മണത്തതെന്ന് ഒരു മകള് പറയുമ്പോ ഒരു മകന് പറയുമ്പോ നമുക്ക് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താമോ? അതിന് കഴിയുമോ സഹോദരാ? നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിക്കണമെന്ന് വളരെ സാന്ദർഭികമായി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നരകത്തിന്റെ 7 തട്ടുകൾ എണ്ണി പറയുമ്പോ ഒരു തട്ടും മറ്റൊരു തട്ടും തമ്മിലുള്ള അകലമൊന്ന് കൂട്ടി നോക്കൂ. 70 കൊല്ലത്തെ വൈദൂരമാ. മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് ഏറ്റവും പുള്ളിങ്ങുള്ള വാഹനത്തിന് ഭൂമിയിലൂടെ പോയാൽ ഒരൊറ്റ മാസം കൊണ്ട് മസ്ജിദുൽ അഖ്സയിലെത്തുമില്ലേ? ഇത് 1 കൊല്ലത്തെ വൈദൂരമല്ല, 2 കൊല്ലത്തെ വൈദൂരമല്ല, 70 കൊല്ലത്തെ വൈദൂരമാണ്. ബൈന കുല്ലി ബാബൈനി മസീറത്തു 70 സനാ. എത്രണ്ട് നരകത്തിന്റെ വിശാലത! ഒരു തട്ടും മറ്റൊരു തട്ടും തമ്മിലുള്ള അകലത്തിന്റെ അകലം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കാൻ നബിയെ 2 തട്ടുകൾക്കിടയിൽ 70 കൊല്ലത്തിന്റെ വൈദൂരമുണ്ട്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. റഹ്മാനായ റബ്ബ് നമ്മെ കാത്തു രക്ഷിക്കട്ടെ. എന്നിട്ട് പറയുന്നു അല്ലാഹുവിന്റെ റസൂലിനോട് കുല്ലു ബാബിൻ മിൻഹാ അശദ്ദു ഹർറം മിനൽ ആഖർ. ഓരോ തട്ടും മറ്റു തട്ടിനേക്കാളും ചൂട് കൂടിയതാണ്. കവാടങ്ങളൊക്കെ
അടക്ക മലർക്കേ തുറക്കപ്പെട്ട രൂപത്തിലാണ്. പുറത്ത് കടക്കാൻ കഴിയുമെന്ന് കരുതരുത്. കാവൽ ഭടന്മാര് പുറത്തുണ്ട്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. നല്ല മല്ലന്മാരായ കട്ടിയും ഗൗരവവും ആരോഗ്യവുമുള്ള മലക്കുകളാണ് ഓരോ വാതിലിന്റെ അടുത്തുള്ളത്. 19 മലക്കുകളാണ്. എന്തിനാ 19? ഒന്നുപോരെ. കാരണം ഒരു മലക്കിന്റെ 2 ചുമലിന്റെ ഇടയിലുള്ള അകലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എത്രയാ? 2 ചുമലിന്റെ ഇടയിലുള്ള അകലം തങ്ങൾ പറഞ്ഞത് എത്രയാ? മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. ഒരൊറ്റ മലക്കിന്റെ എന്തിനാ 19? ഒന്നുപോരെ. ഒരൊറ്റ മലക്കിന്റെ ശരീരത്തിന്റെ വലുപ്പം പറഞ്ഞത്, 2 ചുമലിന്റെ ഇടയിലുള്ള അകലം പറഞ്ഞത് മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള അകലാണ് ഒരു മലക്കിന്റേത്. അങ്ങനത്തെ 19 പുറത്തു കിടക്കാൻ കഴിയോ? എങ്ങനെങ്കിലും ചുളിവില് പുറത്തു ചാടാൻ കഴിയോ? ഒരിക്കലും ചാടാൻ കഴിയൂല. പുറത്തിടാൻ കഴിയൂല. മാർഗങ്ങൾ പലതും ചോദിച്ചു നോക്കും, കേണപേക്ഷിച്ച് നടത്തു നോക്കും. ഒരു ദിവസമെങ്കിലും ഒന്ന് ശിക്ഷ കുറച്ചു തരുമോ എന്ന് ചോദിക്കും. ഒരൊറ്റ ദിവസമെങ്കിലും, കുറെ വേണ്ട, ഒരൊറ്റ ദിവസമെങ്കിലും ശിക്ഷ ഒന്ന് ചുരുക്കി തരുമോ, ഒന്ന് കുറച്ചു തരുമോ കെഞ്ചി ചോദിക്കും നരകവാസികൾ. തിരിച്ചു മലക്കുകൾ ചോദിക്കുന്നത് അലം തകു തഅതീകും റുസുലുകും ബിൽ ബയ്യിനാത്ത്. മുർസലീങ്ങൾ ദൂതന്മാര് നരകമുണ്ടെന്നും നരകത്തിലേക്ക് പോകരുതെന്നും തെളിവുകളുമായിട്ട് നിങ്ങളെ സമീപിച്ചില്ലായിരുന്നോ? ഖാലൂ ബലാ. നരകക്കാര് പറയും, അതെ, ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഞങ്ങളെ ഉണർത്തിയിരുന്നു, പക്ഷേ ഞങ്ങളെ അനുസരിച്ചില്ല. ഓരോ തട്ടും മറ്റു തട്ടിനേക്കാണ് ചൂട് കൂടിയതാ. ഓരോ തട്ടും മറ്റു തട്ടിനേക്കാളും ദുർഗന്ധം കൂടിയതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഫൈദം തഹൂ ഇലാ അവ്വലിൽ അബ്വാബി. ആദ്യത്തെ ഗേറ്റിലേക്ക്, ആദ്യത്തെ തട്ടിലേക്ക് ജനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ തലഖതുഹുമുസ് സബാനിയതു ബിസ്സലാസിലി. അതേ സബാനിയത്തായ മലക്കുകൾ ചെങ്ങല കൊണ്ട് അവരെ ആവരണമണിയിച്ചു കഴിഞ്ഞു. ഇവിടെ പോലീസുകാരൻ കൈയിന് മുറുക്കുന്ന ചെങ്ങല പോലെയല്ല, ലോക്കപ്പിലിടുന്ന ചെങ്ങല പോലെയല്ല. 70 മുഴം വലുപ്പമുള്ള ചെങ്ങലയാണ്. ഒരൊറ്റ കണ്ടിയും പൊട്ടിക്കാനൊക്കൂല. കുടുക്ക് ചെങ്ങല, വല്ലാത്ത ചെങ്ങലയാണ്. അതിൽ കുരുക്കിയിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. തഖ്റുജു മിൻ ബൈനി കത്ഫൈഹി. ചെങ്ങല നെഞ്ചിന്റെ ഭാഗത്തിലൂടെ കൊളത്തിയിട്ട് അതേ ചുമലിന്റെ ഭാഗത്തിലൂടെ പുറത്തെടുത്തിട്ട് ഒന്ന് മുറുക്കിപ്പോയി നെഞ്ചിന്റെ ഭാഗത്തിലൂടെ തുളച്ചിട്ട് അതിന്റെ മറ്റൊരു ഭാഗം കോർത്തു വെക്കുന്നത് 2 ചുമലിന്റെ ഭാഗത്തിലൂടെയും ചെങ്ങലയുടെ 2 ഭാഗം വന്നുപോയി. ബാക്കിയുള്ളത് പിടിച്ചുകൂട്ടി കെട്ടിപ്പോയി. പിന്നെ ഒരു വലിയ ഒരൊറ്റ ഏറും കൊടുക്കലാണ്. ഓരോ കാഫിറിന്റെ കൂടെയും ശൈത്താന്റെ കൂട്ടുകാരനായി ബന്ധിപ്പിക്കും. മുഖത്തിലൂടെ നിലത്തിട്ട് വലിച്ചു കൊണ്ടുപോകും. ഇരുമ്പിന്റെ ദണ്ട് കൊണ്ടവനെ വേട്ടം കൊടുക്കും. നരകത്തിൽ നിന്ന് പുറത്തു ചാടാൻ ഉദ്ദേശിക്കുമ്പോ വീണ്ടും അതിലേക്ക് തള്ളിയങ്ങ് മാറ്റും. ഇരുമ്പിന്റെ ദണ്ടാണ്. ആ ഇരുമ്പിന്റെ ദണ്ടിന് പഴുപ്പുണ്ട്, അതിന് ചൂടുണ്ട്, അതിന് മൂർച്ചയുണ്ട്, അതിന് കനമേറെയുണ്ട്. അത്ര കനമുള്ളൊരു ഇരുമ്പ് ദുനിയാവിൽ എവിടെയും കിട്ടില്ല. പ്രത്യേകം സംവിധാനിച്ച ഇരുമ്പാണ്. ഇരുമ്പ് പിടിക്കുന്ന മലക്കുകൾക്ക് ക്ഷീണമുണ്ടോ? അവർക്ക് എപ്പോഴും സാഹസികത കൂടിയിട്ട് ഒരു ക്ഷീണം മാറ്റുന്ന രൂപത്തിൽ ഇരുമ്പ് താഴെ വെക്കുന്ന പണിയുണ്ടോ? ഇല്ലേ, ഇല്ല. പുറത്ത് കിടക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് വരുമ്പോഴേക്ക് ആഞ്ഞടിക്കുന്നൊരടി കൊണ്ട് അതാ ആഴിയിലേക്ക് താണു പോകുന്നു. ഭയാനകത സഹിക്കാൻ കഴിയാതെ പുറത്തേക്ക് വരുമോ? പുറത്തേക്ക് വരാൻ ഉദ്ദേശിക്കും. അപ്പോഴേ ദണ്ട്
കൊണ്ട് വീണ്ടും ശരീരത്തിൽ അടിച്ചിട്ട് തിരിച്ചങ്ങോട്ടേക്കുന്നു. ഈ വിവരങ്ങൾ അങ്ങനെ കേട്ടപ്പോ ഫഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ജിബ്രീലേ 7 തട്ടുകൾ നരകത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ, മാ സുഖാനു ഹാദിഹിൽ അബ്വാബ്, 7 തട്ടുകളിലും താമസിക്കുന്ന ആളുകളാരാ? 7 തട്ടിലും ഒരൊറ്റ തട്ടിലേക്കും കടക്കരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കടക്കുന്നതൊരു സുഖമുള്ള ഏർപ്പാടല്ല. കേൾക്കാൻ തന്നെ കഴിയാത്ത നരകത്തിലേക്ക് എങ്ങനെയാ പ്രവേശിക്കുന്നത്? അനുഭവിക്കാൻ കഴിയാത്ത ചൂടെങ്ങനെയാ ശരീരത്തിലേക്ക് ഏൽക്കുന്നത്? സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു, അമ്മൽ ബാബുൽ അസ്ഫലു, ഏറ്റവും അടിയിലെ തട്ട്, ഫഫീഹിൽ മുനാഫിഖൂൻ, അതിലാണ് നബിയെ മുനാഫിഖുകൾ കിടക്കുന്നത്. വസ്മുഹുൽ ഹാവിയ, അതിന്റെ പേര് ഹാവിയ എന്നാണ്. ഏറ്റവും അടിയിലെ തട്ടാണ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. ഈമാൻ നല്ല കരുത്തോടെ ശ്രദ്ധിക്കണം. ഈമാനിൽ കേടുപാടുണ്ടായി തീരരുത്. ഈമാനിൽ കേടുപാട് വരുമ്പോഴാണ് യഥാർത്ഥ നിഫാഖ് കുടികൊള്ളുന്നത്.